നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ട്രംപിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി. ജെ.ഡി. വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം റിപ്പബ്ലിക്കൻ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലാണ് ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന ഒഹോയോ സെനറ്റർ ജെ.ഡി. വാൻസിനെ ട്രംപ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. തുടർച്ചയായി മൂന്നാം തവണയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകുന്നത്. 2016 വിജയിച്ച് പ്രസിഡന്റായെങ്കിലും 2020 ജോ ബൈഡനോട് പരാജയപ്പെടുകയായിരുന്നു. ഇക്കുറിയും ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള എതിരാളി പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ്. ദോഡയിൽ ഭീകരാക്രമണം, 4 സൈനികർക്ക് വീരമൃത്യു. ജമ്മു കാശ്മീരിലെ ദോഡയിലുണ്ടായ ഭീകരാക്രമണത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ 4 സൈനികർക്കും ഒരു പോലീസുകാരനും പരിക്കേറ്റിരുന്നു. രക്ഷപ്പെട്ട ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. ജമ്മു കാശ്മീർ പോലീസും സൈന്യവും പ്രദേശത്തെ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. വെടിവെപ്പ് അരമണിക്കൂറോളം നീണ്ടുനിന്നു. ദോഡയിലിത് 3ാമത്തെ ആക്രമണമാണ്. കഴിഞ്ഞ മാസം 26-നുണ്ടായ ആക്രമണത്തിൽ 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. കേരളത്തിനായി എംപിമാർ ഒന്നിക്കുന്നു. ഇടത് വലത് വ്യത്യാസം നോക്കാതെ ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്തെ എംപിമാർ. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് എംപിമാർ ഉറപ്പു നൽകിയത്. സംയുക്തമായി നിവേദനം നൽകാനും എംപിമാരുടെ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരിക്കുമെന്ന് എംപിമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാൻ ഒന്നിച്ചുള്ള ശ്രമങ്ങൾക്ക് തയ്യാറാണെന്ന് കെ.സി. വേണുഗോപാൽ അറിയിച്ചു. നാടിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനാവണമെന്നും വേണുഗോപാലിന്റെ വാഗ്ദാനം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കനത്ത മഴയിൽ കേരളം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മധ്യകേരളത്തിൽ ശക്തമായ മഴയാണ് ഇന്നലെ മുതൽ ലഭിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും ഇടയുള്ളതിനാൽ തീരദേശത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ മഴ കിട്ടും. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്തെ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രവും മണപ്പുറവും വെള്ളത്തിനടിയിലായി. രാജ്യസഭയിൽ ബി.ജെ.പി. അംഗബലം വീണ്ടും കുറഞ്ഞു. എൻ.ഡി.എക്ക് ഭൂരിപക്ഷത്തിന് 13 പേരുടെ കുറവ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 4 അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗസംഖ്യ കുറഞ്ഞു. ബി.ജെ.പിക്ക് 86ഉം എൻ.ഡി.എക്ക് 101 അംഗങ്ങളാണുള്ളത്. 245 അംഗ സഭയിൽ നിലവിൽ 226 അംഗങ്ങളുണ്ട്. ഭൂരിപക്ഷത്തിന് 114 പേരുടെ പിന്തുണ വേണം. 13 അംഗങ്ങളുടെ കുറവാണ് എൻ.ഡി.എ നേരിടുന്നത്. അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് 87 അംഗങ്ങളുണ്ട്. രാജ്യസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നഷ്ടം നികത്താനാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.